അതാരെ അതാരെ ആരായാലും പെട്ടെന്ന് പുറത്തിറങ്ങി. എനിക്ക് അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് കയറണം. അതാരെ ആടകത്ത് ആരായാലും പുറത്ത് ഇറങ്ങാൻ പറ്റാ. എനിക്ക് അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ആരെ കാണിക്കാനാ വേഷം കെട്ടി കിടക്കണത്? വേഷം കെട്ടി കിടക്കണ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കണ ഈ നാട്ടിൽ നല്ല ഡ്രസ്സിങ് എന്ന് പറയും. ഈ വേഷം കെട്ടുന്ന ഇവിടെ ആരാണ് നമുക്കറിയാലോ. നിന്റെ മോനെടുത്ത് പോണെങ്കിൽ മിണ്ടാ ഇറങ്ങി പോകാൻ പറ. അവ എന്റെ മുഖത്തേക്ക് പറഞ്ഞേട്ടാ ഞാൻ വേഷം കെട്ടി കിടക്കണമെന്ന്. വേഷം ഞാൻ എപ്പോഴാ വേഷം കെട്ടാ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഇറങ്ങി പോടാ പോടാ. ഓഹോ തയ്യാറായി ഇറങ്ങിയല്ലേ? തയ്യാറായില്ലേ? സമയം കളയണ്ട, അവിടെ കുഴിപ്പുറത്തുകാർ വെയിറ്റ് ചെയ്യണായിരിക്കും. നാണുണ്ടോ നിനക്കൊക്കെ? സഹോദരിയുടെ ഭർത്താവിന്റെ വീട്ടിൽ ചട്ടി അടിക്കാൻ പോണാടുന്നു. അമ്മ പറഞ്ഞതിന് കൊറേ കാര്യമുണ്ടേ. ഓ അപ്പൊ അമ്മയും തെറ്റിയാ? ചേട്ടാ കേശവേ പോവാം. പോവാ. എനിക്കൊന്നും കാണാൻ വയ്യേ. കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി അല്ലത്. ഞാനേ ശൂലം കുടിക്കാരനാണ്, അല്ല ചട്ടിയടിക്കാരനല്ല. അമ്മ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കരുത്, അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. അതുപോലെ തന്നെ കൊച്ചിന്റെ കാര്യം മൊത്തം നമ്മൾ നോക്കിക്കോളാം. അതിന്റെ വരുമ്പോൾ ടെൻഷൻ അടിച്ച് വിളിക്കില്ലേ? എന്നെ നോക്കണ്ട, ഞാൻ എന്നെ നോക്കിക്കോളാം. ചുരുക്കത്തിൽ പറഞ്ഞ നമ്മൾ ശല്യമാണ്, അതല്ലേ ഉദ്ദേശിച്ചത്. മനസ്സിലായടേ? അച്ഛൻ പറഞ്ഞാണ് കറക്റ്റ്. നിങ്ങളൊക്കെ പണ്ടത്തെ പോലെയല്ല, വലുതായി വലിയ ആൾക്കാരായി പോയല്ലോ. ഇപ്പം നിങ്ങളുടെ മുന്നിൽ നമ്മൾ ശത്രുക്കളാണ്. നിങ്ങൾ പറയണത് നമ്മൾ കേട്ടോണം, അത്രയല്ലേ ഉള്ളൂ. കേട്ടോളാം. നമ്മൾ നിങ്ങളെ അടിമകളാണ്. പോയിക്ക് അവിടെ പോകാൻ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒരു കുഴപ്പമില്ല. അമ്മ അതാ ചുമ്മാ സെന്റ് അടിക്കില്ല കേട്ടാ. അമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ബാടാ. അതെ ഒരു കാര്യം പറയട്ടെ. അപ്പുറത്ത് നിങ്ങൾ ഇത്രയും കാലം അച്ഛ എന്ന് വിളിച്ചൊരാളിരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വയ്ക്കോ. ബേട്ടാ അച്ഛോയ് അമ്മ അച്ഛനെ ഇവിടെ ഒന്നും കാണാനില്ല. അമ്മ നമ്മള് പോട്ടാ. ഞങ്ങളെന്നാ പോയിട്ട് വരാം. അച്ഛനെ പിന്നെ പറഞ്ഞോളാം. ബേട്ടാ ബാട്ടാ. അമ്മ പുറത്തു വന്നില്ലല്ലോ, ടെൻഷനായി തോന്നുന്നു കേട്ടാ. ടെൻഷൻ അടിക്കട്ടെ, നമ്മളെ കൂട്ടാൻ നെയ്റ്റും കയറി കറങ്ങി നടന്നല്ലേ രണ്ടുപേരും. അതിനുള്ള ശിക്ഷയാണ്. അച്ഛാള് കൊള്ളാലോ അച്ഛാ. എടാ എനിക്ക് അവളെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടാ, ബോറടിക്കൂടാ. അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവൂലേ? ഇവിടെ അവള് ഒറ്റയ്ക്കാണെങ്കിൽ 10 പേരുടെ പവറല്ലേ അവക്ക്. ബാഗിൽ എന്തോന്നു? ഇത് ബാഗിൽ എൻ്റെ ഡ്രസ്സാണ്. ഞാൻ ശ്രദ്ധിച്ചു, നീ എവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു. നിന്റെ ചെറിയ ബാഗിലടേ. നാളെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ. അല്ല അച്ഛന്റെ കയ്യിൽ ഈ ബാഗ് എന്തിനാന്ന് ഞങ്ങൾ ചോദിക്കണേ. അച്ഛൻ്റെ കയ്യിൽ നാളെ ഒരു ദിവസം മൊത്തം നിൽക്കണ്ടേ, നമുക്ക് ഡ്രസ്സ് മാറണ്ടേ, അടിച്ച് പൊളിക്കണ്ടേ? എന്റെ പൊന്നച്ച നമ്മൾ എവിടെയും പോണില്ല, 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. അപ്പൊ നീ കുഴിവെള്ളത്ത് പോകണില്ലേ? ഇല്ല അച്ഛാ, ഞങ്ങൾ ജംഗ്ഷൻ വരെ പോണു. കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അത് മേടിച്ചോണ്ട് അതുവരെ നിങ്ങളോട് കിടന്ന് ടെൻഷൻ അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛന്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ കുഴിപ്പുറത്ത് പോവോ? അതന്നെ കള്ള കൂട്ടങ്ങളെ പറ്റിച്ചകളാ നീയൊക്കെ. വൈകിട്ട് ജംഗ്ഷൻ വരെ വേണ്ട, ചായയും പരിപ്പടയും മേടിച്ചു ചായ പോയപ്പോഴും അച്ഛനെ അതന്നെ കേട്ടാ. സ്വഭാവം മാറിയണ്ട പെട്ടെന്ന്. അച്ഛ പോലെ നിൽക്കിച്ചാ. അമ്മയ്ക്ക് എന്ത് സംസാരിക്കാണ്ടെന്ന് തോന്നുന്നു. പറ്റിച്ചടി പറ്റിച്ച. അവരെന്നെ പറ്റിക്കില്ലെന്നറിയാ, പക്ഷെ നിങ്ങൾ കൂടെ നിന്നിട്ട് എനിക്കിട്ട് തന്നേക്കണം അല്ലേ? അച്ഛൻ നോക്കി ഓടിച്ചാ.